നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ സംസാരിക്കുവാൻ കേരളത്തിൽ അപ്രഖ്യാപിത വിലക്കോ? ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചും തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ തീവ്രവാദത്തെ ഇവിടെ പാലൂട്ടി വളർത്തുന്ന സ്വർണ്ണക്കടത്ത് മാഫിയയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ നാടിനെ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് ആ വിഷയത്തെ നിസാരവൽക്കരിക്കുവാൻ, അല്ലെങ്കിൽ ആ വിഷയത്തെ പറ്റി ഇനി ആരും സംസാരിക്കരുത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ ഒരു പരിധിവരെ ഇവിടുത്തെ പല മാധ്യമങ്ങൾക്കും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് എന്നത് വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിന്റെ ഒരു അപജയം തന്നെയാണ്. ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സ്വർണ്ണക്കടത്തിനെ തൊട്ടപ്പോൾ പൊള്ളിയത് ആർക്കാണ്? ഇന്ന് ഈ ഒരു വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സ്കോട്ട് സ്ലീബ, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ അമൽ സിറിയക്. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ സ്കോട്ട് സ്ലീബ, ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ കരിപ്പൂർ ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ച ചില റിസൾട്ടുകൾ അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നവംബർ 13 2023 വന്ന ഒരു വാർത്ത, ടു അറസ്റ്റഡ് ഫോർ ട്രൈങ് ടു സ്മഗിൾ ഗോൾഡ് വെർത്ത് ₹76 lakh വയ കരിപ്പൂർ എയർപോർട്ട്. 17 മാർച്ച് 2024 ഒരു വാർത്ത, ഗോൾഡ് വെർത്ത് വൂപ്പിംഗ് ഓഫ് ₹4.65 crore സീസ്ഡ് അറ്റ് കോഴിക്കോട് എയർപോർട്ട്. ഗോൾഡ് വെർത്ത് ₹1.7 crore സീസ് ഫ്രം പാസഞ്ചേഴ്സ് അറ്റ് കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. 2024 ജൂൺ 10 വന്ന വാർത്ത, ഗോൾഡ് വെർത്ത് ഓവർ ₹80 lakh സീസ് ഫ്രം വുമൺ അറ്റ് കരിപ്പൂർ എയർപോർട്ട്. 2024 ഫെബ്രുവരി 1 വന്ന വാർത്ത, 87 grams ഓഫ് ഗോൾഡ് സീസ് ഫ്രം കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. 2024 മെയ് 12 വന്ന വാർത്ത, ഗോൾഡ് വെർത്ത് ₹2 crore ഫൗണ്ട് ഓൺ ഇൻഡിഗോ ഫ്ലൈറ്റ് ഫ്രം കരിപ്പൂർ അറ്റ് കരിപ്പൂർ എയർപോർട്ട്. 2024 ജനുവരി 9 വന്ന വാർത്ത, സ്മഗിൾ ഗോൾഡ് വെർത്ത് ₹4.48 crore നാബ്ഡ് ഇൻ കരിപ്പൂർ. 2024 മാർച്ച് 24 കസ്റ്റംസ് സീസസ് ഗോൾഡ് വെർത്ത് ₹2 crore ഫ്രം ഫ്ലൈറ്റ് ടോയ്ലറ്റ് അറ്റ് കരിപ്പൂർ. 2024 ജനുവരി 10. ഇപ്പൊ ഈ കരിപ്പൂർ എയർപോർട്ട് വഴിയുള്ള ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള ലിസ്റ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഡിബേറ്റിന് അനുവദിച്ചിരിക്കുന്ന 1 മണിക്കൂർ സമയം തികയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ്. ഈ കേരളത്തിലെ തീവ്രവാദത്തെ ഈ പാലൂട്ടി വളർത്തുന്ന ഇത്ര ഭീകരമായ രീതിയിൽ കേരളത്തിലെ വിമാനത്താവളങ്ങളിലൂടെ, ഒപ്പം തന്നെ ഈ മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ ഒരു അതിഭീകരമായിട്ടുള്ള രീതിയിൽ ഈ സ്വർണ്ണക്കടത്ത് നടക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പലപ്പോഴും അതിന്റെ ഒരു ഗൗരവ സ്വഭാവത്തിൽ അതൊരു ചർച്ചയാകാതെ പോകുന്നത്? അത് എവിടെ നിന്ന് വരുന്നു? അതിന്റെ ഒരു ഫണ്ടിങ് എങ്ങോട്ട് പോകുന്നു? അത് ഈ എത്തരത്തിലാണ് അതിന്റെ ഒരു ഫണ്ടിങ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത്? അത്തരത്തിലേക്കുള്ള ഒരു ചർച്ചകളൊന്നും പലപ്പോഴും പോകുന്നില്ല. മാത്രമല്ല, ഈ വാർത്തകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലാണ് ഒരു ഒഫീഷ്യലിനെ തന്നെ, CSF ഒഫീഷ്യലിനെ തന്നെ 60ഓളം തവണ ഈ സ്വർണ്ണക്കടത്ത് നടത്തിയ ഒരു മാഫിയുമായി ബന്ധമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പുറത്താക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തുകൊണ്ട് ഈ ഒരു സമാന്തരമായിട്ടുള്ള ഒരു പാരലൽ എക്കണോമി ഈ സ്വർണ്ണക്കടത്ത് മാഫിയ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നത്? അതെന്തുകൊണ്ട് ഗൗരവ സ്വഭാവത്തിൽ ചർച്ചയാക്കുന്നില്ല? ആ തരത്തിലേക്ക് ചർച്ച പോയി കഴിഞ്ഞാൽ അതൊരു വർഗീയ സ്വഭാവമുള്ള പരാമർശങ്ങളാണ് നടത്തിയത് എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയവരെ നിശബ്ദരാക്കാനുള്ള ശ്രമം എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നു? ഫാദർ സ്കോട്ട്. ഈ ചോദ്യത്തോട് പ്രതികരിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, 2 ദിവസങ്ങൾക്ക് മുമ്പ് PV അൻവർ MLA ഒരു പരസ്യമായ ഒരു വിശദീകരണ യോഗം നടത്തപ്പെടുകയുണ്ടായി. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് ഞാൻ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. ഒരു മനുഷ്യൻ ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയത്തിലേക്ക് നോക്കുന്നതിന് മുമ്പ് അവന്റെ പേര് നോക്കി വർഗീയവൽക്കരിക്കുന്നു എന്നാണ് PV അൻവർ MLA പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ ഈ ആമുഖമായിട്ട് ഈ ഒരു വചനം പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഈ ചർച്ച കഴിയുമ്പോൾ ഈ ചാനലിനെയും ഇതിൽ പങ്കെടുക്കുന്നവരെയും ഇതിൽ നേതൃത്വം കൊടുക്കുന്നവരെയും ഒരു വർഗീയവൽക്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടാം. കാരണം പ്രത്യേകമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ആരെയൊക്കെ കൊള്ളുന്നു, ആർക്കൊക്കെ പൊള്ളുന്നു, അവരോട് ചേർന്ന് നിൽക്കുന്നവര് ഇതിനെ വർഗീയവൽക്കരിക്കാനായിട്ട് ഒരു ശ്രമം. ഇത് എന്റെ വാക്കുകളല്ല, ഈ വാക്കുകൾ PV അൻവർ MLA-യുടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ഒരു മുതിർന്ന അല്ലെങ്കിൽ 4 പേരറിയുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവ് പറയുമ്പോൾ നമ്മൾ പറയുന്നതിനേക്കാൾ വലിയ ഭീകരത ഈ വാക്കുകൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ പ്രതികരിക്കുമ്പോൾ നമുക്ക് വർഗീയവൽക്കരിക്കുന്ന ഒരു മുഖംമൂടി, അല്ലെ വർഗീയവാദി എന്നൊരു മുഖംമൂടിയൊക്കെ ഒരുപക്ഷെ ഈ ചാനലിലും ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഉണ്ടാകാം. അപ്പോൾ അത് ആമുഖമായിട്ട് അവിടെ നിൽക്കട്ടെ. ഈ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കേരളത്തിലേക്ക് എന്തുകൊണ്ട് ഇത്തരം സ്വർണങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കടന്നു വരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുന്നത് നല്ലത് തന്നെയാണ്. പ്രിയപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ പറഞ്ഞാല് 150
കോടിയിലധികം അല്ലെങ്കിൽ 150, 125 കോടിയിലധികം ഹവാല പണവും സ്വർണവും ഒക്കെ ഈ കേരളത്തിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിലും പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്, അല്ലെ പലയിടത്തുനിന്ന് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ കീഴിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഏജൻസികൾക്കൊന്നും ഇതൊന്നും കണ്ടുപിടിക്കാനോ ഇതിനെ നിയന്ത്രിക്കാനോ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ വലിയ ഒരു സംഘമുണ്ട് എന്ന് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ പിന്നിൽ വലിയ ഒരു സംഘമുണ്ട്. ആ സംഘത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഈ നാടിന്റെ നന്മയെ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളത്, ഈ രാജ്യത്തിനെതിരായിട്ട് തന്നെ നിലനിൽക്കുക എന്നുള്ള ഒരു വലിയ ഹിഡൻ അജണ്ടയോടുകൂടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. ഈ കടത്തിക്കൊണ്ടുവരുന്നത് വഴി ഒരു തലമുറയെ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അമിതമായ ഭീകരവാദ ചിന്തകളിലേക്കും അമിതമായ രാഷ്ട്ര വിരോധത്തിലേക്കും കടന്നു വന്നുകൊണ്ട് മറ്റുള്ളവരെ കൂടെ ഉൾപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളവരെ കൂടെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി തങ്ങളാണ് ശരിയെന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുവാൻ വേണ്ടിക്ക് ഇത്തരം ഏജൻസികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ വക സാധനങ്ങൾ കേരളത്തിലേക്ക് പല സ്ഥലങ്ങളിലായിട്ട്, ഇതിപ്പോ കഴിഞ്ഞ ദിവസം പ്രത്യേകമായ ഒരു പരാമർശം നടന്ന വിമാനത്താവളം മാത്രമല്ല, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ജില്ല മാത്രമല്ല, എല്ലായിടത്തും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അമിതമായിട്ട് ഇത്തരം കടന്നു വരുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുകയാണ്. കേരളത്തിലെ ഏജൻസികൾ കൊണ്ട് ഇതൊക്കെ അന്വേഷിച്ച് ഇതിനൊക്കെ ഒരു മൂക്കുകയറിടാമെന്ന ഒരു പ്രതീക്ഷയും വേണ്ട. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ കേരളത്തിന് വന്ന് കൂടും കടക്കോടെ എടുത്തുകൊണ്ട് പോയപ്പോഴാണ് കേരളത്തിലെ ഏജൻസികളൊക്കെ അറിഞ്ഞത്. അപ്പോൾ കേരളത്തിലെ ഏജൻസികളും കേരളത്തിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ എത്രമാത്രം വിജിലന്റ് ആണ് ഇതിലെന്നുള്ള ഏകദേശം ഒരു ധാരണ നമുക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, ഈ വിഷയങ്ങളെ കുറിച്ച് വല്ല കേന്ദ്ര ഏജൻസികളെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നിയമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. ഇനി നിയമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രത്യേകമായ ചില ആളുകളും പ്രത്യേകമായ ചില മതവിഭാഗത്തിന്റെ പേരുകളൊക്കെ പരാമർശിക്കപ്പെടുമ്പോൾ ഇത് മുഖ്യധാര മാധ്യമ ചർച്ചകളിൽ നിന്നും മുഖ്യധാര സംസാര വേദികളിൽ നിന്നും ഈ വിഷയങ്ങളൊക്കെ മാറ്റപ്പെടുകയാണ്. കേരളം പോലെ നേടുന്ന, അല്ലെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സോഴ്സ് ഒരുക്കുന്ന മറ്റ് മയക്കുമരുന്ന് അല്ലെങ്കിൽ മറ്റു പല മേഖലകളിലേക്കും കാര്യങ്ങൾ മാറ്റപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനായിട്ട് സമയമില്ല. കാരണം അതൊക്കെ ചർച്ച ചെയ്ത് അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ ഇവിടുത്തെ ചില അധികാര കേന്ദ്രങ്ങളെ പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടാം. ചിലരുടെയൊക്കെ വോട്ട് ബാങ്ക് പ്രീണനം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് ചർച്ചയ്ക്ക് വിധേയമാകാത്തത്. ഇത് ഒരു അന്വേഷണ വിധേയമായിട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പിടിക്കുവാനായിട്ടോ അതിന്റെ പിന്നിലുള്ളവരെ നിയന്ത്രിക്കുവാനായിട്ടോ കഴിയാതെ പോകുന്നത്. ഇത് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ പല ഉദ്യോഗസ്ഥരും പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുഖംമൂടികൾ പൊഴിഞ്ഞു പോകും എന്നതിന് യാതൊരു സംശയമില്ല. അങ്ങനെ വലിയൊരു അപമാന ഭാരത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചില മതത്തിന്റെ പേരുകൂടെ കൂട്ടിച്ചേർത്ത് അതിനെ ചില പ്രത്യേകമായ സ്ഥലങ്ങളുടെ പേരുകൾ ഞങ്ങളെ വ്രണപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് ഇതിന് വർഗീയവൽക്കരിക്കുന്ന ഒരു മുഖം നൽകുന്നത്. ഇത് വർഗീയവൽക്കരിക്കേണ്ട വിഷയമല്ല, മറിച്ച് ഇത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീതി ഉളവാക്കുന്ന കാര്യങ്ങളാണെന്നുള്ള ബോധ്യത്തോടു കൂടെ ഇതിനെയൊക്കെ അന്വേഷിക്കാനും ഇതിനെയൊക്കെ നിയന്ത്രിക്കുവാനും കള്ളപ്പണത്തെയൊക്കെ നിയന്ത്രിക്കുവാനായിട്ട് ഒരു ശ്രമം ഉണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ബിസിനസ്സുകൾ തകർന്നുകൊണ്ടിരിക്കുക, ഒരു പ്രത്യേകമായ വിഭാഗം കേരളത്തിൽ എല്ലായിടങ്ങളിലും തഴച്ചു വളർന്നുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് ഫണ്ടിങ്ങിന് ഏജൻസികളുണ്ട്, അവർക്ക് ഫണ്ട് ഇറക്കാനായിട്ട് ആളുകളുണ്ട്. അങ്ങനെ അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് മുഖംമൂടി അണിയിച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇത് ഈ രാജ്യത്തിന് തന്നെ നിലനിൽപ്പിന് ഒരു ഭീഷണിയാകുമെന്നത് യാതൊരു സംശയമില്ല. ഇവരന്വേഷിക്കാത്തത് ഞങ്ങളുടെ കസാരകളും ഞങ്ങളുടെ അധികാരങ്ങളും നിലനിർത്തണം എന്നുള്ള ചിന്ത മാത്രമുള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ജോൺസൺ കുച്ചുപറമ്പിൽ, നമുക്കറിയാം ഏതൊരു കാര്യമായിക്കോട്ടെ, അത് തീവ്രവാദമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സംവിധാനമായിക്കോട്ടെ, അതിന്റെ ഒരു നിലനിൽപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു സാമ്പത്തിക ഒരു സ്രോതസ്സാണ്, ഒരു ഫണ്ടിങ് ആണ്. നേരത്തെ അച്ഛൻ ഈ ഫണ്ടിങ്, അതായത് ഈ കള്ളക്കടത്തിലൂടെയും ഈ സ്വർണ്ണക്കടത്തിലൂടെയും ഒക്കെ വരുന്ന ഒരു ഫണ്ടിങ് നമ്മുടെ കേരള സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഒരു ഇംബാലൻസ്, അത് സാമ്പത്തികമായിക്കോട്ടെ ബിസിനസ് മേഖലകളിലായിക്കോട്ടെ മറ്റ് പല മേഖലകളിലായിക്കോട്ടെ സൃഷ്ടിക്കുന്ന ഒരു ഇംബാലൻസ്, അതിന്റെ തൽഫലമായിട്ട് ഉണ്ടാകുന്ന രാജ്യവിരുദ്ധപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും
അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നമ്മുടെ കൺമുന്നിൽ തന്നെയുള്ള യാഥാർത്ഥ്യമാണ് ഈ നമ്മുടെ മറ്റ് മിക്ക മീഡിയസിലും എല്ലാ ദിവസവും വരുന്ന വാർത്തയാണ് വിമാനത്താവളത്തിൽ നിന്ന് സ്വർണം പിടിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു സംഗതി. അപ്പോൾ ഈ ഒരു ഫണ്ടിങ്ങിലേക്ക് എന്താണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അന്വേഷണം പോകാത്തത്? പലപ്പോഴും ഈ സ്വർണം കടത്തിക്കൊണ്ട് വരുന്ന അല്ലെങ്കിൽ യാത്രക്കാരെ പിടിക്കുന്നു, അവരിൽ മാത്രം അന്വേഷണം ഒതുങ്ങി നിൽക്കുന്നു, അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. ആരാണ് അവരെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ ആർക്കാണ് ഈ ഒരു സ്വർണം കൈമാറാൻ പോകുന്നത് എന്ന തരത്തിലേക്കൊക്കെ അന്വേഷണം പോയതായിട്ട് നമുക്ക് അറിവില്ല. ആ ഒരു അതായത് ആദ്യത്തെ ഒരു കണ്ണി മാത്രം പിടിക്കപ്പെടുന്നു, അപ്പുറത്തേക്ക് പോകുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ശ്രീ ജോൺസൺ കൊച്ചുവർക്കി? ഞാൻ അച്ഛൻ പറഞ്ഞത് വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഒരു രാജ്യത്തിന്റെ ഒരു കടമ എന്ന് പറയുന്നത് ആ രാജ്യത്ത് എവിടെയെങ്കിലും ക്രമരഹിതമായ രീതിയിൽ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ രീതിയിൽ ധനം ആർജിക്കപ്പെടുകയോ അത് നിക്ഷേപിക്കപ്പെടുകയോ അത് വിനിയോഗിക്കപ്പെടുകയോ അത് രാജ്യത്തിന് ഭീഷണിയാവുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രഥമ കടമയാണ്. ഓരോ രാജ്യത്തിന്റെയും കടമയാണ്. രാജ്യത്തെ നിയമാനുസൃത വ്യവസ്ഥയ്ക്ക് അപ്പുറമായി ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ധനം ആർജിക്കുകയും ആ ധനം രാജ്യത്തിന് ഭീഷണിയാവുകയും ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആ രാജ്യത്തിന്റെ ഭരണകൂടങ്ങൾക്കുണ്ട്. ഇപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ബഹുമാനായി MLA വെളിപ്പെടുത്തിയ കാര്യങ്ങളാണല്ലോ ഇപ്പോ ചർച്ചയിൽ പൊങ്ങി നിൽക്കുന്നത്. അതിലൊരു പ്രത്യേക കാര്യം പറയുന്നത് PR വർക്കിന്റെ കാര്യം. നമ്മൾ മനസ്സിലാക്കണം, ഈ PR വർക്ക് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല. ഇവിടെ മുഖ്യധാര മാധ്യമങ്ങൾക്കുള്ളിൽ ഈ PR വർക്കുണ്ട്. പണ്ട് ചില രാഷ്ട്രീയ കക്ഷികൾ മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ? കൃത്യമായി ഒരു സംഭവത്തെ എങ്ങനെ അവർക്ക് തോന്നും വിധം വാർത്തയാക്കണമെന്ന് അവർ അങ്ങ് തീരുമാനിക്കുക. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഇത്ര ഗൗരവമായ വിഷയം ചർച്ചയ്ക്കെടുക്കാത്തതെന്ന് കൂടി നാം ചിന്തിക്കണം. ഭരണകൂടങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒക്കെ കൈ കെട്ടപ്പെട്ടിരിക്കുന്നു, മാധ്യമങ്ങളുടെ നാം അറിയപ്പെട്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഒരു വിഭാഗത്ത് ധനം കുന്നുകൂടുന്നതും, ധനം കുന്നുകൂടുന്നത് മാത്രമല്ല ആ ധന വിനിയോഗവും അത് രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നു, ചില കേന്ദ്രങ്ങളെ സഹായിക്കുന്നു. ജോലി സാറെ നമ്മളൊന്നും മനസ്സിലാക്കിക്കുന്നു. അച്ഛനിടക്കൊന്ന് പറഞ്ഞുപോയി, ചില ബിസിനസ് മേഖലകളിൽ ചില പ്രത്യേക വിഭാഗത്തിലുള്ളവർ അവര് നമ്മൾ പറയുന്നതിന്റെയും കണക്ക് കൂട്ടുന്നതിന്റെയും ഒക്കെ അപ്പുറത്തേക്കുള്ള വളർച്ചകളുണ്ടാവും. തൊഴിൽ ചെയ്യട്ടെ, തൊഴിലിൽ മാന്യമായ വരുമാനം ഉണ്ടാകട്ടെ, അതിലവർ വളരട്ടെ, അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഇവിടെ സ്വർണമാണല്ലോ ചർച്ചാ വിഷയം. മറ്റൊരു സ്വർണ്ണക്കടക്കാർക്കും കൊടുക്കാനാവാത്ത വിധത്തിൽ ഒരു ചരിത്ര പശ്ചാത്തലമോ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്ത ഒരു പുതിയ സംരംഭകൻ വരുന്നു. കേരളത്തിലെ വിവിധയിടങ്ങളിൽ വലിയ മെഗാ സ്വർണ്ണക്കടകൾ തുടങ്ങുന്നു. അവിടെ ചില സമുദായങ്ങളുടെ ആചാരങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള സ്വർണങ്ങൾ പ്രത്യേക കിഴിവോടെ, എന്ന് പറഞ്ഞാൽ മറ്റാർക്കും കൊടുക്കാനാവാത്ത കിഴിവോടെ വിൽപ്പന നടത്തുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് എങ്ങനെ നടക്കുന്നു എന്ന് അന്വേഷിക്കപ്പെട്ടു. ഈ സ്വർണത്തിൽ പിടിക്കുന്ന കാര്യം ജോർജ് സാറും അച്ഛനും പറഞ്ഞല്ലോ. ആരെയാണ് പിടിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനൽ, ജനം TV-യിലാണെന്ന് തോന്നുന്നു, ഒരു ചർച്ചയില് ഒരു റിട്ടയർഡ് DSP അടക്കം ഉള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, പിടിക്കപ്പെടുന്നത് ആരെയാണ്, എവിടെയാണ് എന്നതൊരു വലിയ ചോദ്യമാണ്. എല്ലാവരെയും പിടിക്കപ്പെടുന്നുണ്ടോ? കാരിയേഴ്സ് തന്നെ ഏതൊക്കെ വിധത്തിലാ? എയർ കാരിയേഴ്സ് അവിടെ നിന്ന് കയറ്റി വിടുന്നതാണ്. അവർ എയർപോർട്ടിൽ വരുന്നത് അവരുടെ റോള് കഴിഞ്ഞു, അവർക്ക് കിലോയ്ക്കുള്ള പൈസ അവർക്ക് കിട്ടും. അവിടെ നിന്നത് വാങ്ങിക്കൊണ്ടുവരുന്നു. ഇടയ്ക്ക് വെച്ച് അത് പകുത്ത്, അനുവാദത്തോടു കൂടി തന്നെ പകുത്ത് 2 കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇടയ്ക്ക് ഇത് തട്ടിയെടുക്കുന്നു. ഈ കഴിഞ്ഞ വർഷം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഇങ്ങനെ സ്വർണം കടത്തിക്കൊണ്ടുവന്ന വാഹനം അപകടത്തിൽപ്പെട്ട് 5 പേർ മരിച്ചത് വളരെ ദുരൂഹമാണ്. കാരണം യാതൊരു വിധത്തിലും ഒരു ആക്സിഡന്റിൽ അപ്രകാരം മരിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു ബൊലേറോ വാഹനമായിരുന്നു, അത് റോഡിൽ ഓവർ സ്പീഡിൽ വന്നു മറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും 5 പേർ മരിക്കേണ്ട സാഹചര്യമില്ല. പക്ഷേ
ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. അതിന്റെ പിറകിലൊക്കെ ഒത്തിരി കഥകൾ പറയുന്നുണ്ട്, ചരിത്രം. അവർക്ക് ആ വീട്ടുകാർക്ക് വേണ്ടി പണം പിരിച്ചു വന്നു, അത് കൊടുത്തില്ല. കഥ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ വരുന്ന കാരിയേഴ്സിൽ ചിലരെ പിടിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ ഇപ്പോ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ നടക്കുന്ന MLA പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതാണ് ഏറ്റവും പ്രസക്തം. ഇത് പിടിക്കപ്പെട്ട് സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നുണ്ടോ? അതൊരു വലിയ ചോദ്യമല്ലേ. 50 കിലോ സ്വർണം കൊണ്ടുവന്ന ഒരാളെ പിടിച്ചാൽ 50 കിലോ സ്വർണം കേസിൽ രജിസ്റ്റർ ചെയ്ത് അത് രാജ്യത്തിന്റെ സ്വത്തിലേക്ക് കണ്ടുകെട്ടി നിയമാനുസൃത ശിക്ഷ ഈ കാരിയറിന് വാങ്ങി കൊടുക്കുന്നുണ്ടോ? ഇത് കൊടുത്തുവിട്ട ഉറവിടം കണ്ടെത്താനാവുന്നുണ്ടോ? അത് ഇനി വിദേശത്താണെങ്കിൽ കണ്ടെത്താനാവുന്നില്ലെന്നങ്ങ് വെച്ചോ. ഇത് കൊടുക്കേണ്ടുന്ന സ്ഥലം അറിയാമല്ലോ കാരിയർക്ക്. ഞാനിത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് കാരിയർക്ക് അറിയാമല്ലോ. അത് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് അത് കൊണ്ടെത്തിക്കുന്ന സ്ഥലങ്ങളെ കണ്ടെത്താനും അവിടെ പരിശോധന നടത്തുവാനും എന്തുകൊണ്ട് നമ്മുടെ ഭരണകൂടങ്ങൾ ഭയക്കുന്നു? അവിടെയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത്, ഇതിനൊക്കെ നമ്മൾ തെളിച്ചു പറഞ്ഞാലും തെളിച്ചു പറഞ്ഞില്ലെങ്കിലും വർഗീയ മുഖമുണ്ട്. വർഗീയ മുഖമുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. ഈ രാജ്യത്തെ ഒരു മത തീവ്ര രാഷ്ട്രമാക്കുവാൻ കേരളത്തിൽ വേരോട്ടം നടത്തി ശക്തിയാർജിച്ചുകൊണ്ട് രാജ്യത്തെ മുഴുവൻ പിടിച്ചടക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ചില പ്രസ്ഥാനങ്ങൾ, അവർ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാണ്. അവര് ഇത്തരം ധനം കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല, മറ്റ് വ്യാപാര വ്യവസായ മേഖലകളെ മുഴുവനും അവർ ഇപ്പോൾ ചൂഷണം ചെയ്ത് അവരുടേതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് റോഡിലൂടെ സഞ്ചരിച്ചു നോക്കിക്കേ ജോറി സാറേ. പണ്ടൊക്കെ ഈ തട്ടുകടകൾ എന്ന് പറയുന്ന കടകളുണ്ടല്ലോ, നമ്മളൊക്കെ വൈകുന്നേരം 5-6 മണിക്ക് ശേഷം യാത്ര ചെയ്യുമ്പോൾ പോയി ഒരു ഓംലേറ്റും ദോശയും ഒക്കെ കഴിച്ചു പോകുന്ന തട്ടുകടകളുണ്ട്. ഇന്ന് അത്തരം തട്ടുകടകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. വഴി മുഴുവൻ ചൈനീസ് ഫുഡുകളും ഇന്ത്യൻ ഭക്ഷണങ്ങളും മാറിയിട്ട് അറബിക്ക് ഭക്ഷണത്തിന്റെ ശാലകൾ വരുന്നു. നമ്മുടെ ഭക്ഷണത്തെ അങ്ങോട്ട് മാറ്റി എന്നുള്ളതല്ല അവിടെ വിഷയം. അത്തരം കടകളിലൊക്കെ ഇത് വലിയ സമ്പത്ത് നിക്ഷേപിക്കപ്പെടുക. ആക്രി വ്യാപാരം മറ്റു സമുദായത്തിലുള്ളവരൊക്കെ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമല്ലേ. ആക്രി വ്യാപാരം, ഒരു ദിവസം കോടിക്കണക്കിന് രൂപയുടെ ആക്രികൾ വ്യാപാരം ചെയ്ത് അക്കൗണ്ടുകൾ കൂടിയും അല്ലാതെയും പണം കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ മേഖലകളിലുണ്ട്. മറ്റൊന്നാണ് ഈ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വിൽപ്പന. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വിൽപ്പനയുടെ മേഖലയൊക്കെ ഗവൺമെന്റുകള് കൃത്യമായി നിരീക്ഷിക്കുകയും നിയമത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്യുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെയൊന്നും വ്യവസ്ഥാപിതമായ ഒരു രേഖകളും ഇല്ല. അതിനൊരു പേര് വെക്കും, പാർക്കിംഗ് ആൻഡ് സെയിൽ. അപ്പൊ വാഹന ഉടമയുടെ സാധനം ഇവിടെ പാർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് മാത്രമാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇങ്ങനെ മേഖലകളിൽ അവർ തന്നെ നിക്ഷേപിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത്, ഒന്ന്, രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നു. 2, ഇതേ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരുന്ന മറ്റിതര സമുദായത്തിലുള്ളവർ സമൂഹത്തിലെ തൊഴിൽ മേഖലയിൽ നിന്നും പുറന്തള്ളപ്പെടും. ഇത് കൃത്യമായി നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടങ്ങളിലുള്ള പ്രതീക്ഷ സാധാരണ പൗരന് നഷ്ടപ്പെട്ടിട്ട് നാളുകളേറെ. ഒരു സംശയമില്ല, തുറന്നു പറയാമല്ലോ. ഈ സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ ഇപ്പോ കഴിഞ്ഞ വർഷങ്ങളിൽ ചർച്ച ചെയ്ത നമ്മൾ സ്വപ്ന സുരേഷിന്റെ കാര്യം, കോൺസുലേറ്റ് വഴി സ്വർണം കൊണ്ടുപോകും. അത് ശിവശങ്കറും സ്വപ്ന സുരേഷും അതിലെ മറ്റു പ്രതികളായിരുന്നവരൊക്കെ നമ്മളങ്ങ് വിടുക, അതൊക്കെ കേസിന്റെ ഭാഗത്ത് പോട്ടെ. അത് വന്ന് നിന്നത് എവിടെയാണ്? രാജ്യത്തെ ഭരണാധികാരിയുടെ, സംസ്ഥാനത്തെ ഭരണാധികാരിയുടെ ഓഫീസിലല്ലേ? ആരോപണമായിക്കോട്ടെ, വന്നു നിന്നത് ഭരണാധികാരിയുടെ ഓഫീസിൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ KT ജലീൽ എന്ന് പറയുന്ന മന്ത്രിയുടെ നേർക്ക്. അൻവർ ഇപ്പോൾ പറയുന്നതും ആരോപണം ഉന്നയിക്കുന്നതും ഈ സ്വർണം പൊട്ടിക്കുന്നതിന്റെ വിഹിതം എവിടം വരെ ചെല്ലുന്നുണ്ടെന്നാ. എത്ര ഭീകരമായി കാര്യങ്ങൾ. ഇതിങ്ങനെ കണ്ണടച്ച് പൊതുസമൂഹത്തിന് പോകാൻ കഴിയുമോ? മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഈ പറഞ്ഞതുപോലെ ഭയന്നും മറ്റു നക്കാപ്പിച്ചുകൾ പ്രതീക്ഷിച്ചും ഒക്കെ വേണ്ടെന്ന് വെക്കും. പക്ഷേ ഷെക്കേനിയെ പോലുള്ള ചാനല് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുള്ളവര് ഇത് ഇനിയെങ്കിലും ഗൗരവമായി ചർച്ചയ്ക്കെടുത്ത് കേന്ദ്ര ഏജൻസികളെ കേരളത്തിൽ ഗൗരവത്തോടെ ഇടപെടുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തില്ല എങ്കിൽ സാമ്പത്തിക രംഗത്ത് മറ്റിതര സമുദായങ്ങൾ അപ്പാടെ പിന്തള്ളപ്പെടുകയും അതിന്റെ പരിണിത ഫലമായി അവരുടെ യുവതലമുറ
ഈ രാജ്യം വിട്ടു പോവുകയും മറ്റൊരു വിഭാഗം ഇവിടെ ശക്തി ആർജിക്കുകയും ചെയ്യും. ഓക്കെ, ഇത് വലിയ സൂചനയാണ്, വലിയ സൂചനയാണ്. ഓക്കെ, വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ അമൽ ശ്രീക്, താങ്കൾക്ക് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം ഈ കേരള രാഷ്ട്രീയം പല തരത്തിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റിന് വേദിയായിട്ടുണ്ട്, അല്ലെങ്കിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത് വിഭാഗീയപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വിമത സ്വഭാവമുള്ള കാര്യങ്ങളായിക്കോട്ടെ. നമുക്കറിയാം ഈ നാളുകളിൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വിഭാഗീയ സ്വഭാവത്തോടു കൂടി തന്നെ എന്ന് നമുക്ക് പുറമേക്ക് തോന്നാമെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രതിധ്വനി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന അൻവറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒരു റിബൽ സ്വഭാവത്തോടെ CPM-നെ വെല്ലുവിളിക്കുന്നു. പക്ഷേ നാം നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചർച്ചയാകുമ്പോൾ അതിന് പശ്ചാത്തലമായിട്ട് പരാമർശിക്കപ്പെടുന്ന പല പ്രധാനപ്പെട്ട ഗൗരവ സ്വഭാവമേറിയ പല വിഷയങ്ങളും, ഈ സ്വർണ്ണക്കടത്ത് അതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഈ പറയുന്ന അൻവർ പത്രസമ്മേളനം നടത്തുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നു. ഈ പറയുന്ന ഹവാല പണം, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നീ വാക്കുകളൊക്കെ ഈ ചർച്ചകൾക്കിടയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഉയർന്ന് വരുന്നുണ്ട്. പക്ഷേ അതിലേക്കൊന്നും പോകുന്നില്ല ഫോക്കസ്. പല മാധ്യമങ്ങളുടെ ശ്രദ്ധയൊന്നും അതിലേക്ക് പോകുന്നില്ല. അത് അറിയാതെ സംഭവിക്കുന്നതാണ് എന്ന് നമുക്ക് സമകാലിക സാഹചര്യത്തിൽ നമുക്ക് പറയാനും സാധിക്കുകയില്ല. അപ്പൊ എന്റെ ഒരു ചോദ്യം ഇതാണ്, അങ്ങ് ഈ കേരള രാഷ്ട്രീയത്തെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ബിറ്റ്വീൻ അൻവർ ആൻഡ് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അദ്ദേഹം വിളിച്ചു ചേർക്കുന്ന സമ്മേളനങ്ങളിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം, അതിൽ പങ്കെടുക്കുന്നവരുടെ ഒരു പൂർവ്വകാല രാഷ്ട്രീയ ചരിത്രമൊക്കെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് വെറും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിട്ട് നമുക്കത് തള്ളിക്കളയാൻ സാധിക്കുമോ? അത് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട്, ദൂരവ്യാപകമായിട്ടുള്ള ഇമ്പാക്ട് കേരള രാഷ്ട്രീയത്തിലും കേരളത്തിന്റെ ഒരു പല ഇക്വേഷൻസിലും സൃഷ്ടിക്കാനുള്ള സാധ്യതയില്ലേ അമൽ ശ്രീക്? തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കുന്ന ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ ചേഞ്ചിനെയാണ്. ഒരു സോഷ്യൽ ചേഞ്ച് എന്തുമാത്രം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള പ്രാഥമികമായ ഒരു വിവരണമാണ് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയും മാത്രമല്ല രാഷ്ട്രീയ പ്രതികരണങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് വരെ കേരളം കാണാത്ത രീതിയിലേക്കുള്ള ഒരു മാറ്റത്തിലൂടെ, ഒരു സാമൂഹിക മാറ്റത്തിലൂടെ കേരളം ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ്. അതായത് നമ്മള് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമ്മൾ ഭയക്കണം, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ കാലാകാലങ്ങളായി പറയുന്നുണ്ടെങ്കിൽ തന്നെയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു വളർച്ച ആ ഒരു സോഷ്യൽ ചേഞ്ചിലേക്കും വന്നുകൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഈ സോഷ്യൽ ചേഞ്ചിലൂടെയാണ് ഇനി പൊളിറ്റിക്കൽ ചേഞ്ചില് നമ്മൾ ഇന്നും കാണാത്ത രീതിയിലേക്കുള്ള ഒരു മാറ്റം ഇനി ഭാവിയിൽ വരാൻ സാധിക്കുക. അപ്പം ആ രീതിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പം കേരളം പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഈ ഒരു ഇസ്ലാമിക ടൈറ്റിലുള്ള ആ ഒരു വിഷയത്തിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇവിടെ ഒരു നമ്മുടെ കള്ളക്കടത്തിനെ പറ്റി ഒരു പരാമർശം വരുന്നു, അല്ലെങ്കിൽ ഹവാല പണത്തിനെ പറ്റി ഒരു പരാമർശം വരുന്നു. പക്ഷെ ഈ വിഷയങ്ങൾ ഇപ്പോഴും ചെല്ലുന്നത് കള്ളക്കടത്ത് മേഖലകളിലെ ആൾക്കാരെ പറ്റിയോ, അല്ലെങ്കിൽ ഹവാല പണമിടപാട് ആൾക്കാരെ പറ്റിയോ, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനഗതിയെ പറ്റിയോ അല്ല. പകരം അത് ഇസ്ലാമിക രാഷ്ട്രീയത്തില് അതിന്റെ സ്വാധീന ഘടകങ്ങളെ പറ്റിയൊക്കെയാണ് ചർച്ച വരുന്നത്. അതായത് മലപ്പുറത്തെ പരാമർശിച്ചുകൊണ്ട് ഇസ്ലാമിക ആളുകളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മുഴുവൻ പരാമർശിക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി അവിടെ വിഷയത്തെ മാറ്റിമറിക്കുന്നു. അല്ല, മുസ്ലിങ്ങളെ പരാമർശിച്ചുകൊണ്ട് സംഘികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കേന്ദ്ര തലത്തിലേക്ക് ഒരു BJP RSS ലൈനിലേക്കുള്ള ഒരു സ്വഭാവമാണ് മുഖ്യമന്ത്രി കാണിക്കുന്നത്. അങ്ങനെ ലൈനിലേക്ക് പോകുന്നു. മാത്രമല്ല അൻവർ തന്നെയും പറയുന്നു, അതായത് ഇത് മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള പരാമർശമാണെന്ന രീതിയിലേക്ക് പറയുന്നു. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, ഈ ഒരു സമയത്ത് ഒരു ഇസ്ലാമിക ലൈനിൽ ദീർഘകാലം ഈ കമ്മ്യൂണിസ്റ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജലീലൊക്കെ പെട്ടെന്ന് വന്ന് തന്നെ ഈ അൻവറിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പൊ ആ രീതിയിലേക്ക് ഒരു മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക ആ ഒരു ടൈറ്റിലേക്കാണ് ഈ വിഷയം പൊക്കോണ്ടിരിക്കുന്നത്. അതേസമയം ഇതിനകത്ത് കാതലായ മലപ്പുറം പരാമർശത്തിന്റെ പിന്നിലെ കള്ളക്കടത്തിനെ പറ്റിയോ ഹവാല പണമിടപാടത്തിനെ പറ്റിയോ ഒന്നും തന്നെ ഈ നേതാക്കൾ ആരും തന്നെ സംസാരിക്കുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ മലപ്പുറം പരാമർശം വന്ന സമയത്ത് തന്നെ അവിടെ ധാരാളം നേതാക്കൾ പെട്ടെന്ന് തന്നെ ഓടി വരികയാണ്. അതായത് DCC അധ്യക്ഷനായ ജോയി എന്ന് പറയുന്ന നമ്മുടെ ഒരു നേതാവ് എന്ന് പറയുകയാണ്, ഈ മലപ്പുറത്തെ പറ്റി പരാമർശിച്ചത് മോശമായി പോയി, അവമാനിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയുക എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അദ്ദേഹം വരുന്നത്. മാത്രമല്ല പെട്ടെന്ന് തന്നെ PM സലാം വരുന്നു. അതോടൊപ്പം തന്നെ DGPക്ക് പരാതി കൊടുത്തുകൊണ്ട് തന്നെ എബിൻ വർക്കി, നമ്മുടെ കോൺഗ്രസിന് യുവനേതാവായ എബിൻ വർക്കി കടന്നു വരുന്നു. ഈ എബിൻ വർക്കിയെ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് ഇതുപോലെ നമ്മുടെ മുനമ്പം ആ ഒരു വിഷയത്തില് വഖഫിന്റെ ആ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്ന കുടുംബങ്ങളെ പറ്റി സാറിന് ഒരു പ്രതികരണം നൽകാവോ, അതിൽ ഇടപെടാവോ എന്ന് ചോദിച്ച സമയത്ത് ആദ്യം ഈ വിഷയം എന്താണെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചത്.
ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വഖഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, അവിടെയുള്ള ആൾക്കാരെ സ്ഥലം പോകുന്ന ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞപ്പം ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു, എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ അയക്കുന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിന് വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തെങ്കിൽ പോലും അതിനകത്ത് പിന്നെ ഒരു പ്രതികരണമോ ഒരു മെസ്സേജ് കണ്ടതായിട്ട് പോലുമോ അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും പുള്ളിയുടെ ഫേസ്ബുക്കിലും തന്നെ ഒരു പ്രതികരണവും കണ്ടില്ല. അതേസമയം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൊക്കെ ധാരാളം പ്രതികരണങ്ങൾ മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം DGPക്ക് തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പരാതി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ അവിടെ പ്രസ്താവന ഇറക്കുന്നു. പക്ഷെ ഇവരാരും തന്നെ ആരാണ് ഈ കള്ളപ്പണം ഈ ഇടപാട് നടത്തുന്നതോ അല്ലെങ്കിൽ ഈ സ്വർണ്ണ കള്ളക്കടത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘങ്ങൾ ആരാണെന്നോ ഒന്നും തന്നെ പറയുന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ദിവസം ഈ ഒരു സ്വർണ്ണ കള്ളക്കടത്ത് ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി വന്ന് ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് ഒരു കേരളത്തിലെ പ്രധാന സ്വർണ്ണക്കടത്ത് സംഘം അമാന ഗ്രൂപ്പാണ്, പ്രതിമാസം ഒരു 200ഓളം ക്യാരിയേഴ്സ് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ അതിനെപ്പറ്റിയൊന്നും പിന്നെ വാർത്തകളും ഇല്ല, ചർച്ചകളും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹത്തെ ഒതുക്കിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വിഷയത്തെ അല്ല അഡ്രസ് ചെയ്യുന്നത്, പകരം ഇവിടെയുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ഏതോ ഒരു നേട്ടം കൊയ്യലിനോ അല്ലെങ്കിൽ എവിടെയോ ഒരു കടിഞ്ഞാണിൽ തൂങ്ങിക്കൊണ്ട് ഇവർ ആടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്തുമാത്രം ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ജാഗ്രതയോടെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അതായത് ശരിക്കും ഈ ആഗോള തലത്തിലും ഒക്കെ തന്നെ കമ്മ്യൂണിസത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇസ്ലാം വളരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് തുർക്കിയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് കമ്മ്യൂണിസത്തിന്റെ ആദ്യ പ്രബലമായ ഒരു നാടായിരുന്നു ആ പ്രദേശം. പിന്നീട് അത് നമുക്കിന്ന് കാണാൻ സാധിക്കില്ല, തീവ്ര മുസ്ലിം ലൈനിലേക്ക് അത് മാറി. നമ്മുടെ ഹാഗിയ സോഫിയ പള്ളി മോസ്ക് ആക്കി മാറ്റി. അതിലൊന്നും ഒരു പ്രതിഷേധവും ആ നാട്ടിൽ നിന്ന് പോലും ഉയരുന്നില്ല, ഒരു വ്യക്തി പോലും ആ നാട്ടിൽ നിന്ന് ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൽ KT ജലീൽ ഇപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇനി രാഷ്ട്രീയ തലത്തിലേക്ക് ഒരു എന്താ പറയുക ഇലക്ഷൻ ടൈപ്പ് ഒരു പ്രചരണത്തിലേക്ക് അല്ലെങ്കിൽ അതിലൂടെ ഒരു നേതാവാകാനുള്ള ശ്രമത്തെയൊക്കെ മാറിക്കൊണ്ട് ഞാൻ നിൽക്കാൻ പോവുകയാണെന്ന് പറയുന്ന കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്, അതായത് ഇത്രയും കാലം ഞാൻ ചെയ്ത, അതായത് ആഗ്രഹങ്ങളെല്ലാം പൂവണിഞ്ഞു. ഒരു പ്രമുഖമായ ഒരു ചാനല് അതിനെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. KT ജലീലിന്റെ ഒരു വാക്ക് അദ്ദേഹം പ്രസ്താവിച്ച കാര്യം പറഞ്ഞാണ്. അതായത് ആഗ്രഹങ്ങളെല്ലാം പൂവണിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് KT ജലീൽ തന്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു നേതാവാകാനായിട്ടുള്ള ഒരു ദൗത്യം ഇനി മാറ്റിവെക്കുവാണെന്ന് പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ആഗ്രഹങ്ങളെല്ലാം പൂവണിഞ്ഞു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് സിമി എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടനയുടെ അംഗമായിരുന്നു, രാജ്യം നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണത്. അതിൽ നിന്നാണ് അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നത്. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം വന്നിട്ട് തന്നെയാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ അദ്ദേഹം മന്ത്രിയാവുന്നു, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ മന്ത്രിയാവുന്നു. ഈ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടത്തിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും മാത്രമല്ല, പ്രത്യേകിച്ച് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തില് കൃത്യമായ ഒരു ഇസ്ലാമിക പ്രീണനത്തിലൂടെയാണ് ആ വകുപ്പിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെയാണ് നമ്മുടെ 80-20 വിഷയങ്ങളും മറ്റൊരു ന്യൂനപക്ഷ കമ്മീഷനിലുള്ള ക്രിസ്ത്യൻ പ്രാന്തി ഇല്ലാതാക്കിയ വിഷയങ്ങളും ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ നമ്മൾ അവിടെ കാണുകയും ചെയ്യുന്നു. അപ്പം ഈ രീതിയിലേക്ക് ഒരു മന്ത്രി തന്നെ കൃത്യമായ ഇടപെടൽ തന്നെ വർഗീയ രീതിയിലേക്ക് ഒരു എന്താ പറയുക ഒരു വകുപ്പിൽ നടത്തുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചതായിട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തില്. പിന്നീട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇടപെടുകയാണ്, കാരണം അച്ഛന് പോകാൻ ഒരു ധൃതിയുള്ള കാരണം. അത് കഴിഞ്ഞിട്ട് അമലിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഫാദർ സ്കോട്ട് സ്ലീബ, അങ്ങോട്ടുള്ള അവസാനത്തെ ഒരു ചോദ്യം ഇതാണ്. എന്റെ പേരാണോ താങ്കളുടെ പ്രശ്നം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ നാടിന്റെ പേരാണോ താങ്കളുടെ ഒരു പ്രശ്നം? നമുക്കറിയാം ഈ ഡയലോഗ് പല സമയത്ത് പലരിൽ നിന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ കേൾക്കുന്നുണ്ട്. ഈ ഒരു ഡയലോഗ് കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ യൂറോപ്പിൽ മറ്റൊരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ മറ്റൊരു രീതിയിലായിരിക്കും. ഏത് തരത്തിലുള്ള ഒരു കൊള്ളരുതായ്മകളും മറച്ച് പിടിക്കാനുള്ള അല്ലെങ്കിൽ വെള്ള പൂശാനുള്ള ഒരു ഡയലോഗായി മാറിക്കഴിഞ്ഞോ എന്റെ പേരാണോ താങ്കളുടെ പ്രശ്നം എന്ന ഈ ഒരു എന്താ പറയണേ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡയലോഗ്? ഫാദർ സ്കോട്ട് സ്ലീബ. പേര് എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ അത് മനസ്സിലാക്കണം, അത് ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും ഒരു പ്രത്യേകമായ സ്ഥല സവിശേഷത ഒക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ സ്കോട്ട് സ്ലീബ എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് എന്നെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടും. എന്നെ അറിയാവുന്നവർക്കും എന്നെ അറിയാവുന്ന ആളുകൾക്ക് ഞാൻ എന്താണെന്നും എന്റെ പ്രവർത്തന ശൈലി എന്താണെന്നും എന്റെ പ്രവർത്തന പാരമ്പര്യം എന്താണെന്നും ഞാൻ ഏത് വിഭാഗമാണെന്നും എന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് എങ്ങനെയായിരിക്കാം എന്നുള്ള ഏകദേശം ഒരു ധാരണ എന്നെ അറിയാവുന്ന ആളുകൾക്ക് കിട്ടും. എന്ന് പറയുന്നത് പോലെ തന്നെ പേര് എപ്പോഴും ഒരു അടയാളപ്പെടുത്തലാണ്. ആ അടയാളപ്പെടുത്തലിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷേ ഈ അടയാളപ്പെടുത്തലുകൾക്ക് പേര് എന്നു മുതലാണ് ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അത് ബോധപൂർവം ഉള്ള ഒരു ശ്രമമാണ്. ഒരു കാലത്ത് ഈ നാട്ടിൽ തെറ്റിനെ തെറ്റാണെന്നും തിന്മയെ തിന്മയാണെന്നും
അത് ഏത് സമുദായമായിക്കൊള്ളട്ടെ, ഏത് സമൂഹമായിക്കൊള്ളട്ടെ, അത് പറയുവാൻ ആർജവത്വമുള്ള നേതൃത്വം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ ആർജവത്വമുള്ള നേതൃത്വത്തിന് ഇടയിലേക്ക് ചില പ്രത്യേക വിഭാഗങ്ങൾ, കാരണം അവരാണല്ലോ ഇന്ന് ഈ പേരിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകൾ നുഴഞ്ഞു കയറാൻ തുടങ്ങിയപ്പോൾ സാമൂഹിക സാംസ്കാരിക മേഖലകളിലേക്ക് ഈ ഒരു സമൂഹം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയോടുകൂടെ പ്രവർത്തന ശൈലിയോടുകൂടെ പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വന്ന നിമിഷം മുതലാണ്, അതിനുശേഷമാണ് ഈ പേര് ഒരു പ്രശ്നമാകുവാനായിട്ട് തുടങ്ങിയത്. ഈ പേരിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സാമുദായിക വിഷയമാക്കി മാറ്റുമ്പോൾ ഇവിടുത്തെ ആളുകൾ പലതും പറയാൻ ഭയക്കും, പലതും മറയ്ക്കുവാനായിട്ട് ആളുകൾ തയ്യാറാകും. കാരണം നമ്മുടെ നാട്ടിൽ ഏത് വിഷയത്തെ മറിക്കണമെങ്കിലും, ഏത് വിഷയത്തെ ഊതിപ്പെരുപ്പിക്കണമെങ്കിലും അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു മതത്തെ ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. ഒരു സിനിമ പ്രമോഷൻ കിട്ടണമെങ്കിൽ അതിനെ ക്രൈസ്തവനെ അവഹേളിക്കുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ആ സിനിമയ്ക്ക് ഭയങ്കര പ്രൊമോഷനാണ്. ഈ നാട്ടിലെ സകല കൊള്ളരുതായ്മയെ മറക്കണമെങ്കിൽ അതിന്റെ അറ്റത്ത് ഈ ഒരു പറയുന്ന മതത്തിന്റെ ആളുകളെ ഒന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പിന്നീട് അങ്ങ് പരിപാവനമായ രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ്. പേര് അടയാളപ്പെടുത്തുമ്പോൾ ഈ പേരല്ല പ്രശ്നം, ഈ നാമധാരികളായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനവും അവരുടെ പ്രവർത്തന ശൈലിയും അവരെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട നിലനിർത്തിക്കൊണ്ട് ഇതൊരു മത രാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ട് മറ്റുള്ള മുഴുവൻ ആളുകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് 2047 മിഷന് വേണ്ടി അഹോരാർത്ഥം പണിയെടുത്തുകൊണ്ട് അവർ മുൻപോട്ട് വരുമ്പോൾ പേരല്ല പ്രശ്നം, ഇവരുടെ പ്രവർത്തനങ്ങളാണ്, ഇവരുടെ പ്രവർത്തന ശൈലികളാണ്. പക്ഷെ അവരുടെ പ്രവർത്തനത്തിന്റെ കൊള്ളരുതായ്മയും അവരുടെ പ്രവർത്തന ശൈലിയുടെ പോരായ്മയും മറയ്ക്കുവാൻ അവർ പേരിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരെങ്കിലും എന്റെ പേര് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് സധൈര്യം പറയാൻ കഴിയണം, പേരല്ല ഇവിടെ പ്രശ്നം, നിന്റെ നിലപാടുകളും നിന്റെ പ്രവർത്തനങ്ങളും നിന്റെ ശൈലികളുമാണ് ഈ നാടിന് വിപത്താകുന്നത് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു പൊതുബോധം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു ഹേറ്റ് ക്യാമ്പയിനിങ്ങിനോട് അവസാനിക്കുകയുള്ളൂ. ഓക്കെ, വ്യക്തമാണ്. വളരെ നന്ദി ഫാദർ സ്കോട്ട് സ്ലീബ, ഈ ഒരു ഘട്ടത്തിൽ അങ്ങ് പ്രതികരിച്ചതിന്. അങ്ങേക്ക് പോകാൻ ധൃതിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. താങ്ക് യു. അമൽ, നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയം തന്നെയാണ്, അങ്ങേക്ക് തുടരാം. ശ്രീ അമൽ, നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അതൊരു നിഷ്കളങ്കമായിട്ട് നമുക്ക് സാധാ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിട്ട് നമുക്ക് അതിനെ തള്ളിക്കളയാൻ സാധിക്കുമോ? അതിന് പിന്നിൽ ചില അജണ്ടകൾ നമുക്ക് സംശയിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഈ ഫൈറ്റുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ഈ സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, ഹവാലപ്പണം, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം, ദേശവിരുദ്ധ പ്രവർത്തനം എന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ അതിലേക്കൊന്നും ചർച്ച പോകുന്നില്ല. സാധാ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ്, ഒരു CM-ഉം ഭരണകക്ഷി MLA തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിട്ട് മാത്രം ഈ മാധ്യമങ്ങൾ ഈ ഒരു കാര്യത്തെ ചിത്രീകരിക്കുന്നു. അതിന്റെ പിന്നിലെ ഒരു ലക്ഷ്യം, തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഒരു അജണ്ട എന്തൊക്കെയാണ്? ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രമാക്കി ചിത്രീകരിക്കേണ്ട ശരിക്കും ഇതിന്റെ പിന്നിലെ അജണ്ടയില് പ്രവർത്തിക്കുന്ന ആ വ്യക്തികളുടെ അല്ലെങ്കിൽ അജണ്ട സെറ്റ് ചെയ്യുന്നവരുടെ താല്പര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് അവരുടേതായ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നതിനെ മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട് ഇതുപോലെ ഇവര് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതിനകത്ത് തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് അൻവർ പറഞ്ഞൊരു പ്രയോഗമുണ്ട്, അതായത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് അത് വീണയ്ക്കോ അല്ലെങ്കിൽ റിയാസിനോ കൊടുക്കണമെന്ന രീതിയിലേക്കൊക്കെ. അപ്പൊ പറഞ്ഞാണ് അല്ലെ, തമാശ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ ദൂരവ്യാപകമായിട്ടുള്ള പല ഇമ്പാക്ട് ആ പ്രസ്താവനയ്ക്കുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം തമാശയായിട്ടാണ് പറഞ്ഞെങ്കിലും അദ്ദേഹം തെരഞ്ഞെടുത്ത പേരുകൾ റിയാസിനും വീണയ്ക്കുമാണ്. അപ്പം തീർച്ചയായിട്ടും ഈ റിയാസും വീണയും ഇത്രമാത്രം ഈ ആരോപണങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഈ പേര് ഉപയോഗിക്കുന്നത് ഒരു ലാഘവത്തോടെ അദ്ദേഹം പറയുവാണെങ്കിലും അദ്ദേഹത്തിന്റെ അർത്ഥതലങ്ങള് പല രീതിയിലാണ് പോകുന്നത്. അതായത് ഒരു പ്രധാനമായിട്ടും സ്വർണ്ണക്കടത്ത് വിഷയം കയറി വന്നപ്പോഴാണ്, അതായത് സ്വർണ്ണക്കടത്തിലെ കൃത്യമായ രീതിയിലേക്ക് ഇതുപോലെ ഈ ആളുകളെ പിടികൂടുന്നത് മറ്റുള്ള സാഹചര്യങ്ങളിലൊക്കെ വന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വരുന്നത്. അതായത് ഇത് പോലീസുകാർ അതിൽ നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രീതിയിലേക്കാണ് ഈ വിഷയം തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു വിഷയത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കള്ളക്കടത്തും സ്വർണ്ണ കടത്തും ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെടുത്തുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്ന രീതിയിലേക്ക് തന്നെ അവിടെ പ്രമുഖമായ സ്ഥാനത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന് മുൻകാല ചരിത്രങ്ങളിൽ തന്നെയാണെങ്കിലും മറ്റു റിസോർട്ട് വിഷയങ്ങളും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് എവിടെയൊക്കെ ഒരു അധാർമിക രീതിയിലേക്കുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ധാരാളം ആൾക്കാരെ സേവിച്ചിട്ടുണ്ട് എന്നൊരു ഖ്യാതി പുള്ളി പലരിലും നേടുന്നുണ്ടെങ്കിലും അദ്ദേഹം എവിടെയൊക്കെ ഒരു അധാർമിക ലൈനിലൂടെ പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാതെ പോകരുത്. അപ്പം അത്തരത്തിലുള്ള വ്യക്തി പക്ഷേ ഇന്നിപ്പം അദ്ദേഹം ഇങ്ങനെ നാട് നീളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അദ്ദേഹം പ്രയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അദ്ദേഹം പല വാക്കുകളിലൂടെ പ്രയോഗിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ ശ്രേഷ്ഠരാണ്, അദ്ദേഹം
അവിടെ ഓം നമശിവായും ഓം ഒക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ സ്വർഗസ്ഥിരിക്കുന്ന കർത്താവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം കോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന വാക്കുകളൊക്കെ. അപ്പം താൻ ഒരു മതേതരത്തിനാണെന്ന രീതിയിലേക്ക് ഇത്രകാലവും സംസാരിക്കാത്ത ഭാഷയിലൂടെ അദ്ദേഹം സംസാരിക്കുന്നു. എല്ലാവരെയും ഒരു പ്രീതി നേടാണ്ട് ഒരു പ്രത്യേക താല്പര്യം അദ്ദേഹം കാണിക്കുന്നു. ആ രീതിയിലേക്കൊക്കെ ഇവിടുത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളെ അദ്ദേഹം മാറ്റാനും മറ്റൊക്കെ ശ്രമിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ജലീൽ പറഞ്ഞ മറ്റൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹത്തിന് കുറെ നിലപാടുകളോട് എനിക്ക് യോജിക്കാൻ സാധിക്കും, എന്നാൽ ചില നിലപാടുകളൊക്കെ യോജിക്കാനായിട്ട് ഒരു മടിയുണ്ടെന്ന രീതിയിലേക്കും ജലീല് ചിലപ്പം ഈ ഒരു പ്രസ്താവനയോടൊക്കെയായിരിക്കും ചിലപ്പോൾ സൂചിപ്പിക്കുക. ഓക്കെ, എന്നിരുന്നാലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഉള്ള ഒരു സാമൂഹിക പശ്ചാത്തലം കേരളത്തിൽ അപ്പാടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. ഇന്ന് ഇതിനെ കൃത്യമായും തടയിടാൻ സാധിച്ചില്ലെങ്കിൽ, അതായത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന് എതിരായിട്ട് ഒരു നോൺ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന രീതിയിലേക്കുള്ള ഒരു സംഗതി ഇന്ന് കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നില്ലെങ്കിൽ വ്യാപകമായ ഒരു അപകടത്തിലേക്കാണ് ഇത് ശരിക്കും പറയാൻ മുന്നോട്ട് പോവുക. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രധാനമായിട്ടും ഒരു മുസ്ലിം വിഷയമായിട്ട് ആൾക്കാർ ഉയർത്തി കാണിക്കുകയും അതേസമയം ഈ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ പറയുന്ന ഈ ഘടകങ്ങളെ എല്ലാം സംഘിവൽക്കരിക്കുന്ന രീതിയിലേക്കാണ് പ്രസ്താവനകൾ പോകുന്നത്. അപ്പൊ ഒരു സംഘിവൽക്കരിക്കുന്ന പ്രസ്താവനയ്ക്കിപ്പുറം പൊളിറ്റിക്കൽ ഇസ്ലാം നിൽക്കുന്നു, ആ രീതിയിലേക്കാണ് പലപ്പോഴും ഇവിടെയുള്ള വാഗ്വാദങ്ങളിലൂടെ എത്തുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ഒരു പ്രവണതയും ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒരു പ്രവണതയുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന രീതിയിലേക്കുള്ള ഒരു ഭാഗം വേണം ഇപ്പുറത്ത് വരാനായിട്ടും അതിനെ വേണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൃത്യമായി അഡ്രസ് ചെയ്യാനായിട്ടും എന്ന രീതിയിലേക്ക് നമ്മൾ ഇതിനെ കാണാനായിട്ട്. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഭീകരവാദ പ്രവർത്തനങ്ങളെയും എല്ലാം തന്നെ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളായി പോലും ഇന്നിവിടെ വ്യാഖ്യാനിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് അവർ തന്നെ ഒരു ഇസ്ലാമിക സംഘടനകൾ തന്നെ വ്യാഖ്യാനിച്ചെടുക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു തീവ്രവാദ നേതാവിനെ നമ്മുടെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയ ഒരു വാർത്ത വന്ന സമയത്ത് ഇവിടെ നമ്മുടെ PDPയും അതോടൊപ്പം തന്നെ നമ്മുടെ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, അതായത് നമ്മുടെ കാശ്മീരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ വേണ്ടെന്ന് വെക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത്. മാത്രമല്ല കേരളത്തിൽ പോലും നമുക്കറിയാം അവിടെ ഓട്ടോറിക്ഷയുടെ പിന്നിൽ പോലും ആ തീവ്രവാദ നേതാവിന്റെ പടം വെച്ചുകൊണ്ടൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഇസ്മായിൽ ഹനിയ അല്ലെ? നമ്മൾ കാണുകയും ചെയ്തു. അപ്പം അത്രമാത്രം ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇടപെടുന്ന ഒരു വ്യക്തിയും ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് ഉറക്കെ പറയുന്ന രീതിയിലേക്കും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നൊക്കെ മാറ്റപ്പെടുന്നുണ്ട്. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ ഒരു തീവ്രവാദിയൊക്കെ ഒരു ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ള ആരെങ്കിലും അത് സപ്പോർട്ട് ചെയ്യരുത്, അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കരുത്, തെറ്റാണ്, ആ തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം തെറ്റാണെന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് കേരള മൗനത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് ഇവിടെ ഒരു തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്താൽ പോലും അത് തെറ്റാണെന്ന് പറയാനായിട്ട് ആ കൂട്ടത്തിൽ നിന്ന് പോലും ആൾക്കാർ വരുന്നില്ല. അതായത് ഇസ്ലാം സമൂഹത്തിൽ നിന്ന് പോലും ആൾക്കാർ ഒരു ഇസ്ലാമിക തീവ്രവാദി അല്ലെങ്കിൽ ഒരു ഭീകരവാദ പ്രവർത്തകൻ എവിടെയെങ്കിലും കൊല്ലപ്പെട്ടാലും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് പകരം അതിനെ തള്ളിപ്പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ തള്ളിപ്പറയാതിരിക്കുന്ന ഈ പ്രവണതയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിഭാഗങ്ങളിലെല്ലാം തന്നെ ഒരു ഭയം ഉളവാക്കുന്നത്. അപ്പം ബാക്കിയുള്ള വിഭാഗങ്ങളെല്ലാം പേടിക്കുന്ന വസ്തുത എന്ന് പറയാൻ, നാളെ കേരളത്തിലും ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ ഒരു മുസ്ലിമിനാൽ ഒരു ഭീകരവാദ മുസ്ലിമിനാൽ കൊല്ലപ്പെടുകയാണെങ്കിൽ പോലും ഇവിടെയുള്ള മുസ്ലിങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കില്ലേ, ആ ഭീകരരെ തള്ളിപ്പറയില്ലേ എന്നുള്ളൊരു ഭയമാണ് ഇന്ന് കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഭയചിന്തകളിൽ നിന്ന് വരുന്ന പ്രസ്താവനകളെ പോലും സംഘിവൽക്കരിച്ചുകൊണ്ട് ഇതെല്ലാം ഈ RSSന്റെയും BJPയുടെ ഒക്കെ അജണ്ടയാണെന്ന് പറഞ്ഞുകൊണ്ട് തമസ്കരിക്കുന്ന രീതിയിലേക്ക് കേരളം മാറുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഭാവിയിൽ നേരിടാൻ പോകുന്ന വലിയൊരു വിപത്തായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച്, അതായത് ഇവിടെ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് വളരെ വലുതാണ്. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ പണ്ട് നമ്മുടെ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഗാന്ധി ജയന്തിയാണ് നമ്മൾ ആഘോഷിച്ചത്. അപ്പൊ ആ സമയത്ത് ഈ സ്വാതന്ത്ര്യ കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ ഒരു ലൈനപ്പ് അല്ല ഇന്ന് നമ്മൾ കാണുന്ന ഒരു കോൺഗ്രസിന്റെ ലൈനപ്പ്. അപ്പം കോൺഗ്രസ് സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ പോലും വന്ന് ഖിലാഫത്ത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് വന്ന സമയത്ത് അവരെ കൂടെ കൂട്ടി സ്വാതന്ത്ര്യം നേടുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ പോലും തന്നെ അതിൽ കൃത്യമായ കാര്യങ്ങൾ അവർ ആ ഭരണഘടനാ ചർച്ചാ വേളയിലൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ഭരണം പിടിക്കാനായിട്ട് മുസ്ലിം ലീഗുമായിട്ടും മറ്റേത് പാർട്ടികളുമായിട്ടും കൂട്ടുകൂടാൻ നിൽക്കുന്ന കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളാകട്ടെ തീവ്രവാദ പ്രവർത്തനങ്ങളാകട്ടെ അധാർമിക പ്രസ്താവനകളാകട്ടെ അതിനെയെല്ലാം കുടപിടിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറുന്ന രീതിയിലേക്കാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതിൽ നിന്ന് കോൺഗ്രസ് മാറി കൃത്യമായ നിലപാടുകളിലൂടെ ഭീകരവാദം തീവ്രവാദം തള്ളിപ്പറയാൻ തുടങ്ങുന്ന ഒരു ഘട്ടത്തിലേ ഉള്ളൂ ഇനിയും കോൺഗ്രസിനോടൊപ്പം ആളുകൾ കൂടുകയുള്ളൂ എന്ന രീതിയിലേക്ക് കോൺഗ്രസ് തുറന്ന് ചിന്തിക്കേണ്ട ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ആഗമിച്ചു. ഇന്ന്
ബിജെപിക്കെതിരെ എന്ത് വന്നാലും ഞങ്ങൾ കൂടെയുണ്ട് എന്ന രീതിയിലേക്കും, അതേസമയം അധാർമികമായിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളാട്ടെ അതെല്ലാം കുട പിടിക്കാനായിട്ടും ഞങ്ങൾക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ മൗനം പാലിക്കാനായിട്ട് കുഴപ്പമില്ല എന്ന രീതിയിലേക്കുള്ള നിലപാട് വരുമ്പോൾ ഇവിടെ മാറി ചിന്തിക്കാൻ നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടെന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് ഇന്നും അതിന്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നില്ല. അപ്പം ആ രീതിയിലേക്ക് കോൺഗ്രസ് ഉടനടി മാറിയില്ലെങ്കിൽ കോൺഗ്രസിൽ ഒരു ഇത്തിൽക്കണ്ണിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അത് വളർച്ച പ്രാപിക്കുമ്പോൾ കോൺഗ്രസിനെ തള്ളി താഴെയിടും എന്ന രീതിയിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ കുറെ ഭാവങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല യെസ് കാര്യങ്ങളിൽ. യെസ് ഒരു ഉദാഹരണം പറയും, അവസാനമായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു തീർക്കാം. അതായത് ഇപ്പം കേരളത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ആരോപണങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴും മുസ്ലിം ലീഗ് മൗനം പാലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അതേസമയം അവിടെ ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ഒരു പ്രശ്നം വന്നാലും കോൺഗ്രസ് മൗനം പാലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതേസമയം മുസ്ലിമിന് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഉടനെ സംസാരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന് ഒരു വിഷയം വന്നാലും കോൺഗ്രസ് ഉടനെ സംസാരിക്കുന്നുണ്ട്. മുസ്ലിമിന് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് തന്നെ കോൺഗ്രസിനെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് ഈ സംസാരിക്കാനായിട്ട് അവിടെ ഇടവരുത്തുന്നുണ്ട്. അപ്പം ആ രീതിയിലേക്ക് എന്തൊക്കെയോ ഒരു വലിയ ദുരൂഹമായ മാറ്റങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെയും രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിലൂടെയൊക്കെ നടക്കുന്നുള്ള കാര്യം ഇനിയും ഈ നേതൃത്വം തിരിച്ചറിയാതിരിക്കരുത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനായിട്ട് കഴിയുള്ളൂ. ഇപ്പം തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും കൃത്യമായ നിലപാടുകളിലൂടെ തീവ്രവാദത്തെ തള്ളിപ്പറയുക, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒരു പരിധിവെങ്കിലും നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, അതിലൂടെ മാത്രമേ ഉള്ളൂ ഒരു സമാധാനമായ ഒരു അന്തരീക്ഷം ഈ രാജ്യത്തും നാട്ടിലും സമാഗതമാകത്തുള്ളൂ. അപ്പം അത് ദീർഘകാലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ജോൺസൺ കുച്ചോറമ്പൻ, നേരത്തെ അച്ഛനും അമൽ ശ്രീക്കും സൂചിപ്പിച്ചതുപോലെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു അധിനിവേശ ശ്രമങ്ങൾ കേരളത്തിന്റെ ഒരു സമസ്ത മേഖലയിലേക്കും ഒരു വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അധിനിവേശപരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ, അത് രാഷ്ട്രീയ മേഖലയിലായിക്കോട്ടെ, മാധ്യമ മേഖലയിലായിക്കോട്ടെ, ബിസിനസ് മേഖലയിലായിക്കോട്ടെ, മറ്റ് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട മേഖലയിലായിക്കോട്ടെ. അപ്പോൾ ഈ നമുക്കറിയാം 2025 ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു ഇലക്ഷൻ വരാൻ പോകുന്നു. 2026 നിയമസഭാ ഇലക്ഷൻ ഒക്കെ വരാൻ പോകുന്നു. ഈ അൻവർ പുതിയ പാർട്ടിയൊക്കെ പ്രഖ്യാപിക്കും എന്ന് പറയുന്നു. അതിനോട് പല രാഷ്ട്രീയ നേതാക്കളും അതിനൊരു മാനസികമായ സപ്പോർട്ട് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ 2026 നിയമസഭാ ഇലക്ഷനും 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളൊരു ഒരു ഇലക്ഷനും ഈ പറയുന്ന കേരളത്തിന്റെ മാറുന്ന ഒരു പൊളിറ്റിക്കൽ ചിത്രം, അതിൽ ഒരു തീവ്രവാദത്തിന് വളരെയധികം സ്വാധീനമുള്ള ഒരു പൊളിറ്റിക്കൽ ചിത്രത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കും? അത് കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുന്ന ഒരു ചലനങ്ങൾ എന്തൊക്കെയായിരിക്കും? ശ്രീ ജോൺസൺ കുച്ചുപുറം. ആദ്യമേ തന്നെ ഞാൻ നമ്മുടെ അമലിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അമല് വളരെ വ്യക്തമായിട്ട് ഈ സമൂഹത്തിൽ നടക്കുന്ന മാറ്റം, അതാണല്ലോ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്, സമൂഹത്തിൽ നടക്കുന്ന മാറ്റം അത് പൊളിറ്റിക്കലായിട്ട് ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ച് ഇത്ര ഗൗരവമായിട്ട് പറഞ്ഞതിൽ ഞാൻ അമലിനെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തോടൊപ്പം ചേർത്ത് അതേ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു വിഷയമായിരുന്നു മുനമ്പം വിഷയത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ മൗനവും മാധ്യമങ്ങളുടെ മൗനവും. ഞാൻ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തപ്പോ ഈ സ്വർണ്ണക്കടത്ത് അല്ലെ കള്ളക്കടത്ത് അല്ലെ അവിഹിതമായ ധനസമ്പാദനത്തിൽ രാഷ്ട്രീയ കക്ഷികളും മാധ്യമങ്ങളും നടത്തുന്ന മൗനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ കൂടെ ഈ മുനമ്പത്ത് അവർ നടത്തുന്ന മൗനവും കൂടെ അമലിന് പറയാനായി അതിൽ ഞാൻ അമലിനെ അഭിനന്ദിക്കുന്നു. ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഏത് രാഷ്ട്രീയ കക്ഷികളും ജനാധിപത്യ പ്രക്രിയയിൽ അധികാരത്തിലേറാൻ വേണ്ടി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നതും മത്സരിക്കുന്നതും ഒക്കെ. പക്ഷെ അതിനായിട്ട് പല അടവ് നയങ്ങളും ഇതിനു മുമ്പ് പരസ്യമായി ഇവിടെ നടത്തപ്പെട്ടിട്ടുണ്ട്. ഈ അടവ് നയങ്ങളെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ചില അടവുകൾ ഇപ്പോൾ പരസ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക വിഭാഗം, അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ മാത്രമല്ല, നമ്മളിപ്പോഴത്തെ ഈ കേരള കോൺഗ്രസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് ചിന്തിച്ചാൽ മുഴുവൻ രാഷ്ട്രീയ മേഖലകളിലേക്കും അവർ എത്തപ്പെട്ടു കഴിഞ്ഞു. അവരവിടെ നേതാക്കന്മാരാകുന്നു. അവർക്ക് വലിയ സ്വീകാര്യത കിട്ടുന്ന രീതിയിലുള്ള PR വർക്കുകൾ നടത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നു. ത്രിതല പഞ്ചായത്തിൽ, ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾ, ബ്ലോക്കിലെ, ജില്ലാ പഞ്ചായത്തിൽ തുടങ്ങി നിയമസഭയിലും പാർലമെന്റിലും വരെ അത്തരം ചില സമുദായങ്ങളുടെ പ്രത്യേക അജണ്ടകൾ സൂക്ഷിക്കുന്ന വ്യക്തികളെ അവർ വളർത്തിക്കഴിഞ്ഞു. അമൽ പറഞ്ഞ നമ്മുടെ ജലീലിന്റെ ഒരാശ്വാസം പറഞ്ഞല്ലോ, എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തിയായി, ഞാൻ അതുകൊണ്ട് തൽക്കാലം വിടവാങ്ങാന്ന് പറഞ്ഞേ. അതിൽ ഒന്നാമത്തെ ഘട്ടം അതാണെന്ന എന്റെ ഒരു വിലയിരുത്തൽ.
രാഷ്ട്രീയ രംഗത്ത് പൊളിറ്റിക്കൽ ഇസ്ലാം നേരിട്ട് ഇടപെടുന്ന വിധത്തിലുള്ള ശക്തിയായി മാറിക്കഴിഞ്ഞു. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, മറ്റു പാർട്ടിക്കാരുണ്ട്. നേരത്തെ നമ്മൾ ഈ മുസ്ലിം പൊളിറ്റിക്സിനെ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗായിട്ടോ അല്ലെങ്കിൽ ആ വിഭാഗം മാത്രമായിട്ട് കണ്ടിരുന്നെങ്കിൽ ഇന്ന് അത് മാറി. നിരോധിക്കപ്പെടുക. അൻവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോയപ്പോ അല്ലെങ്കിൽ അവിടുത്തെ സമ്മേളനം നടന്നപ്പോ ഈ ഞാൻ താമസിക്കുന്ന ഇടുക്കിയിൽ നടക്കാൻ പല പ്രദേശങ്ങളിൽ നിന്നും ആ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ആൾക്കാർ പോയി. എനിക്ക് കൃത്യമായിട്ട് അറിയാം പോയവരാരാണെന്ന്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത തീവ്ര ഇസ്ലാമിസ്റ്റുകളായ ആൾക്കാരാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇവരുടെ അജണ്ട എന്താ? ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാകുക, എങ്ങനെയും ജനപ്രതിനിധികളാവുക, ഗ്രാമപഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ അവരുടെ അധീനതയിലാക്കുക. ഇതിന് സമാന്തരമായി ഭരണതലത്തിൽ അവർ ശക്തി ആർജിക്കുന്നതിന് സമാന്തരമായി ഉദ്യോഗസ്ഥ തലത്തിലും അവർ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായി കുട്ടികളെ ഗവൺമെന്റ് ജോലികളിലേക്ക് ഡോക്ടർമാരാകാനും എഞ്ചിനീയർമാരാകാനും IAS പഠിക്കാനും ഒക്കെ പരിശീലനം കൊടുത്ത് PSC ടെസ്റ്റ് നടത്തി അവരുടെ സംവരണ ആനുകൂല്യത്തെ പരമാവധി വിനിയോഗിച്ച്, അത് ഞാൻ എടുത്തു പറയുന്നു, അവരുടെ സംവരണ ആനുകൂല്യത്തെ പരമാവധി വിനിയോഗിച്ച് അവർ ഉദ്യോഗസ്ഥ തലത്തിലും ബ്യൂറോക്രസിയിലും അധീശത്വം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയ സാമൂഹ്യ വിപത്തായി മാറും. ഞാൻ ഒന്നാം ഘട്ടത്തിൽ പറഞ്ഞതുപോലെ മറ്റു ചില സമുദായങ്ങളിലെ കുട്ടികൾ തൊഴിൽ കിട്ടാതെ, ഗവൺമെന്റ് ജോലികൾ കിട്ടാതെ, പൊതു ബിസിനസ് അടക്കമുള്ള തൊഴിലുകൾ ചെയ്യാനാവാതെ ഈ നാട് വിട്ടു പോകേണ്ട സ്ഥിതി ഉണ്ടാവും. നമ്മൾ ചിന്തിച്ചു നോക്കിക്കോ, സ്വർണം ചർച്ച ചെയ്യുമ്പോൾ ഈ അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനവും മുഖ്യമന്ത്രിക്കുള്ള എതിർപ്പും ഒന്നും നമുക്ക് സ്വാഭാവികമായി കാണാം. ഒരിക്കലും രാജ്യസ്നേഹം കൊണ്ടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല, കമ്മ്യൂണിസത്തോടുള്ള എതിർപ്പ് കൊണ്ടല്ല, അവസാന ഘട്ടം വരെ മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പ് കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന് പുറത്തു പറയാനാവാത്ത ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്തതിന്റെ പേരിലുള്ള വിയോജിപ്പാണ്. അത് അദ്ദേഹം ഓപ്പണായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. മുഖ്യമന്ത്രിയെ സ്വന്തം പിതാവെന്ന് വിശേഷിപ്പിച്ച അൻവർ മുഖ്യമന്ത്രിയെ തള്ളി പറയുന്നത് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന P ശശിയോടും ADGPയോടുമുള്ള അദ്ദേഹത്തിന്റെ ശത്രുതയുടെ ഭാഗമായിട്ടാണ്. എന്താണ് ആ ശത്രുതയുടെ അടിസ്ഥാനം? ആ ശത്രുതയുടെ അടിസ്ഥാനം ഈ സ്വർണ്ണക്കടത്ത് തന്നെയാ. അതുവരെ സംരക്ഷിച്ചിരുന്ന മുഖ്യമന്ത്രി എന്തിനാണ് അത്ര തീവ്രമായി ഒരു ജില്ലയിലെ കേസുകളുടെ എണ്ണം പറയുകയും അത് അവിടെ മറ്റു ഇതര പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കപ്പെടുന്നുണ്ട് എന്ന രീതിയിൽ വാർത്താ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുകയും ചെയ്തത്? ഇതിനകത്ത് അന്തർലീനമായിരിക്കുന്ന ഒരു ജാതി രാഷ്ട്രീയമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ വളരെ വലിയ തോതിൽ പിന്തുണച്ചിരുന്ന ഒരു സമുദായം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ വേണ്ട വിധത്തിൽ സഹായിച്ചിട്ടില്ല എന്നൊരു തോന്നൽ ഇടതുപക്ഷ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് CPI-M-നുണ്ടായി. അതിന്റെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലം കൂടിയാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കളം മാറ്റി ചവിട്ടൽ. ഒരു സംശയവും വേണ്ട, അൻവറിന്റെ പുറകിലുള്ളത് അതേ ചിന്താഗതിയുള്ളവരാ. ഞാൻ രാഷ്ട്രീയം മാറുന്നില്ല എന്ന് പറയുമ്പോഴും അൻവറിന്റെ ചില നിലപാടുകളെ പിന്തുണയ്ക്കുന്നു എന്ന് തന്നെയാണ് ജലീൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഒരു സാമൂഹ്യ പ്രവർത്തക, ഒരു എഴുത്തുകാരി, ഒരു ഒത്തിരി വയോധികയായ ഒരു മുസ്ലിം സ്ത്രീയും ഇതേ വാക്കുകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അൻവറിന്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നു. എന്താണ് അൻവറിന്റെ നിലപാടുകൾ? ഞാൻ മതേതരവാദിയാണ്, മതമില്ലാത്തവനാണ്, എല്ലാ മതങ്ങളോടും ഒരുപോലെയാണെന്നൊക്കെ പറയുന്ന അൻവറിന്റെ ഈ കൂട്ടായ്മയിലേക്ക് എത്തിപ്പെട്ട ജനം സ്വമേധയാ പുതിയൊരു രാഷ്ട്രീയം തേടി പോയതാണെന്നാണോ ജനം വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ സർവ്വ രാഷ്ട്രീയ കക്ഷികളോട് എതിർത്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയും 2020 ഒക്കെ വന്നപ്പം എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് ക്ലച്ച് പിടിക്കാതെ പോയത്? അപ്പൊ ആ രാഷ്ട്രീയമൊന്നുമല്ല. അൻവറിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കടത്തിനെ ബേസ് ചെയ്തുണ്ടാകുന്ന ധനം വിനിയോഗിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയം മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളിൽ മാത്രമല്ല, മറ്റു സമുദായങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിലും സ്വാധീനം ഉറപ്പിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു
ക്രിസ്ത്യാനിയും ഹിന്ദുവും മറ്റ് മുസൽമാനും ഒക്കെ പ്രവർത്തിക്കുന്ന മേഖലയിൽ തീരുമാനിക്കുകയാണ് അവിടെ ആര് സ്ഥാനാർത്ഥിയാകണമെന്ന്. അവിടെ ഇത്തരത്തിലുള്ള ആൾക്കാർ നേതാക്കന്മാരായി മാറ്റപ്പെട്ടു കഴിഞ്ഞു. അവർക്ക് മാധ്യമങ്ങൾ പിന്തുണ കൊടുക്കുന്നു. മറ്റു രണ്ട് സമുദായത്തിലുള്ളവർ പുറകോട്ട് വലിയുന്നു. അങ്ങനെ ഭരണത്തിലേക്കുള്ള അവരുടെ കടന്നുകയറ്റം വളരെ തീവ്രമാണ്. നമ്മൾ ഈ ചർച്ചയെ അവസാനിപ്പിക്കേണ്ടത് ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടോ ഇത് പറഞ്ഞുകൊണ്ടോ മാത്രമല്ല, ഈ രാജ്യം അപകടത്തിലാണെന്നുള്ള സൂചന കൊടുത്തേ പറ്റൂ. ഇന്ത്യ മഹാരാജ്യം ശരീഅത്ത് നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാൻ, ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന ഇന്ത്യൻ നിയമത്തെ ഇല്ലായ്മ ചെയ്ത് ശരീഅത്ത് നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാനുള്ള അതിന്റെ വേരോട്ടം കേരളത്തിൽ നിന്ന് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. അതാണ് മുൻപത്ത് കണ്ടത്. അബിൻ വർക്കിയുടെ കാര്യം ബഹുമാനനായ അമൽ പറഞ്ഞല്ലോ. ഞാൻ പേര് പറയുന്നില്ല. ഞാനൊരു മുൻ എംപിയോട്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മുൻ എംപിയോട് ഈ മുൻപ് വിഷയത്തെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തിന് പോലും അറിയില്ല എന്ന് പറഞ്ഞപ്പോ നമുക്ക് സങ്കടമാണോ ഉണ്ടാവേണ്ടത്, രോഷമാണോ ഉണ്ടാവേണ്ടത്? എന്തുകൊണ്ടാണ് മുനമ്പം പോലെയുള്ള ഒരു വിഷയം രാജ്യ നിയമത്തിന് വിരുദ്ധമായി വഖഫ് നിയമം 600-ലധികം കുടുംബങ്ങളെ അവിടെ വേദനിപ്പിക്കുമ്പോൾ അത് ചർച്ച ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് രാഷ്ട്രീയ കക്ഷികൾ അതിൽ പ്രതികരിക്കാത്തത്? ഭരണകക്ഷിയോ പ്രതിപക്ഷമോ ആരും ആകട്ടെ, ഒരു ജനകീയ വിഷയത്തിൽ ഇടപെടുകയും പഠിക്കുകയും പ്രതികരിക്കുകയും വേണ്ടേ? അവർക്ക് അനുകൂലമായി പ്രതികരിക്കണമെന്നില്ല. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റായിട്ട് പ്രതികരിക്കട്ടെ. എന്തുകൊണ്ടാണ് അതിൽ ഇടപെടാൻ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മടിക്കുന്നത്? ആ മടിയും ആ ഭയവും തന്നെയാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെയും അവസാനം കാണുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് അൻവറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വെറും രാഷ്ട്രീയമായി ചർച്ച ചെയ്യുന്നു. അല്ല, അടിവരയിട്ട് പറയുന്നു, അത് രാഷ്ട്രീയമല്ല. അതിനപ്പുറയുള്ള അടിയൊഴുക്കുകൾ ഈ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ, ഭീകരതയുടെ പേരിൽ ഇതിന്റെ പിറകിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കാലം തെളിയിക്കും. ഓക്കെ, വ്യക്തമാണ്. അമൽ, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാം അതിന്റെ ഒരു അധിനിവേശം സ്ഥാപിക്കുവാൻ വേണ്ടി അതിന്റെ ഒരു സാമ്പത്തിക അവിഹിതമായിട്ടുള്ള സാമ്പത്തിക ഒരു സ്രോതസ്, അതുമായി ബന്ധപ്പെട്ടാണ് ഈ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ഈ കേരളത്തിന്റെ ഒരു കറണ്ട് ഒരു സിനാരിയോ എടുത്ത് പരിശോധിക്കും. പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിലേക്കൊക്കെ വരുമ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒക്കെ ചില എലമെന്റ്സ് അത് കേരളത്തിന്റെ ഒരു പൊതുബോധത്തിൽ സാമാന്യവൽക്കരിക്കാനുള്ള ചില ശ്രമങ്ങൾ ഈ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെയൊക്കെ പുറമേക്ക് നോക്കുമ്പോൾ ആ പേജുകൾ ഒരു സെക്കുലർ സ്വഭാവമുള്ളതാണ്, മതേതര സ്വഭാവമുള്ളതാണ്. ആ ഒരു ശ്രമം നടക്കുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ചില വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. ഈ സദ്യയാണോ അല്ലെങ്കിൽ കുഴിമന്തിയാണോ നല്ലത്, അല്ലെങ്കിൽ ഹിജാബ് ചലഞ്ച്, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന റീൽസ് ആണ്. ഹിജാബ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു മുഞ്ചത്തിയാണ് എന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ. ഒപ്പം തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ചർച്ചയായതാണ് ചില നന്മ മരങ്ങളെ ഉയർത്തി കാട്ടി അവർക്ക് വലിയൊരു ഗ്ലോറിഫിക്കേഷൻ കൊടുക്കുന്നു, ആ രീതിയിലുള്ള ശ്രമങ്ങൾ. അപ്പൊ അതും വലിയ ഒരു അജണ്ടയുടെ ഒരു ഭാഗം തന്നെയല്ല. അത് പൊതുബോധത്തിൽ ഈ ഒരു എലമെന്റ്സ് ഒരു സാമാന്യവൽക്കരിക്കുക, അടിച്ചേൽപ്പിക്കുക, അതൊരു സാധാരണ പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ആ ഒരു അജണ്ട നടപ്പാക്കുക എന്ന തരത്തിലേക്കല്ലേ നമ്മുടെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ചില പേജുകൾ, ചില ഇടപെടലുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്? അതിന്റെ പിന്നിൽ ഒരു കൃത്യമായിട്ടൊരു പ്ലാനിങ് നാം സംശയിക്കേണ്ടതല്ലേ അമൽ? ഓക്കെ, തീർച്ചയായിട്ടും. അതാണ് ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സോഷ്യൽ ചേഞ്ചിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഒരു സമൂഹത്തിന്റെ മാറ്റം അല്ലെങ്കിൽ സമൂഹത്തിന്റെ പൊതുബോധം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ എന്നായിരുന്നു നമ്മൾ വിവരിച്ചത്. അതായത് ഒരു മാധ്യമങ്ങളിലൂടെ വരുന്ന ചർച്ചയാണ് ആ സമൂഹത്തിന് മുഴുവൻ ചർച്ച, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ് ആ സമൂഹത്തിന് മുഴുവൻ വാർത്ത. ആ രീതിയിലേക്ക് ഒരു സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് മാധ്യമങ്ങളുടെ പ്രതികരണങ്ങളിലൂടെയാണ്. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്ന പറഞ്ഞാൽ മാധ്യമ പ്രതികരണങ്ങളെക്കാളും കൂടുതൽ ഉപരിയായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളും അതോടൊപ്പം തന്നെ വരുന്ന പല വീഡിയോസും പോസ്റ്ററും അതൊക്കെയാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുക. അതും പ്രത്യേകിച്ച് യുവാക്കളിലും വരാൻ പോകുന്ന ഒരു തലമുറയിലേക്ക് ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ വരുന്ന വാർത്തകളും മാറ്റങ്ങളുമാണ്. അപ്പം ആ തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ അൻവർ വിഷയം അല്ലെങ്കിൽ ഈ ഒരു കള്ളക്കടത്ത് ഈ വിഷയം വന്നപ്പോൾ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന വലിയൊരു പ്രബലമായ പാർട്ടി പോലും അവിടെ
വിറയ്ക്കുന്ന ഒരു ഘട്ടം ഉണ്ടായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അൻവറിന് വരുന്ന പിന്തുണ കണ്ടുകൊണ്ടാണ്. ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളില് അവിടെ ധാരാളം നമ്മുടെ എന്താ പറയുന്നത് പല പല ഗ്രൂപ്പുകളും മറ്റു ആൾക്കാരും എല്ലാം തന്നെ അൻവറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല വീഡിയോസ് ഇറക്കുന്നു, പോസ്റ്റുകൾ വരുന്നു. അവിടെ ഒരു സോഷ്യൽ ചേഞ്ച് എന്ന രീതിയിലേക്ക് പോലും മാറ്റപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിസന്ധിയിലാണ് എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കുന്ന രീതിയിലേക്ക് നമ്മൾ കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ കാലാകാലങ്ങളായിട്ട് ഈ ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇന്നൊരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന്റെ ധാരയിൽ നിൽക്കുന്ന ഗ്രൂപ്പുകളാണ് എന്ന് നടിക്കുന്ന പല ഗ്രൂപ്പുകളും അന്തർധാരയിൽ പ്രവർത്തിക്കുന്നത് അതിതീവ്രമായിട്ടുള്ള ഒരു ഇസ്ലാം ലൈനപ്പിൽ തന്നെയാണ്. അപ്പം ഒരു പൊതുസമൂഹത്തിന്റെ ധാരയിൽ നിൽക്കുന്ന ഗ്രൂപ്പുകളാണ് എന്ന രീതിയിലേക്ക് വരുന്ന പല ഗ്രൂപ്പുകളിലും ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സദ്യയാണോ നല്ലത്, കുഴിമന്തിയാണോ നല്ലത് എന്ന രീതിയിലേക്കും ഹിജാബിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലേക്കും അതോടൊപ്പം തന്നെ ഇസ്ലാമിക സിനിമാ നടന്മാരാകട്ടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും നന്മ മരങ്ങളാകട്ടെ അവരെല്ലാം ഹൈലി പ്രൊജക്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് സിനിമാ നടന്മാരെയൊക്കെ തന്നെയാണ്. സിനിമാ നടന്മാരെയൊക്കെ അവരാണോ നല്ലത്, ഇവരാണോ നല്ലത്, ഫഹദ് ഫാസിലാണോ നല്ലത്, ദുൽഖറാണോ നല്ലത്, ആ രീതിയിലേക്കൊക്കെ കൂടുതലായിട്ടുള്ള ഒരു പ്രൊജക്ഷൻ എവിടെയൊക്കെയോ കാണുന്നവർ നമുക്ക് തോന്നുന്നത്. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ലൈനപ്പിലൂടെ കടന്നു വരുന്നതായിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നുക. ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമുക്ക് കാണാം നമ്മുടെ മനാഫിന്റെ വിഷയം. അതായത് നമ്മുടെ അർജുന്റെ ആ ഒരു ലോറി ഉടമ എന്ന് പറയുന്ന മനാഫിന്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെത്തുന്നു. ഒരു 10K നിന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ഒരു അർജുന്റെ കുടുംബത്തിന്റെ ഒരു വിവാദമായ പരാമർശം ഉണ്ടായതിൽ മൂലം സോഷ്യൽ മീഡിയയിലൂടെ വന്ന ഒരു പ്രതികരണങ്ങളിലൂടെ മനാഫിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് വന്ന പ്രതികരണത്തിലൂടെ 10K നിന്ന് 155K അദ്ദേഹത്തിന്റെ സബ്സ്ക്രിപ്ഷൻ പോകുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണോ? ഈ അടുത്ത ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ 10K നിന്ന് 155K അടുത്ത ദിവസങ്ങളിൽ മനാഫിന് പ്രത്യേകമായിട്ടുള്ള ഒരു സപ്പോർട്ട് പെട്ടെന്ന് അങ്ങ് ലഭിക്കുകയാണ്. അപ്പൊ മാത്രമല്ല അദ്ദേഹം ധനസമാഹരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഒരു സോഷ്യൽ മീഡിയയിലൂടെ എവിടെയൊക്കെയോ ഒരു നന്മ മരങ്ങളെ എത്തിക്കാനായിട്ടുള്ള ഒരു പൊതുബോധ സൃഷ്ടി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായ രീതിയിലേക്ക് ഒരു സാമൂഹിക മാറ്റം ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൂടെ മറ്റുമൊക്കെ ആയിട്ടൊരു സാമൂഹിക മാറ്റം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാര്യം ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വാർത്തകളെല്ലാം പെട്ടെന്ന് സ്വാധീനിക്കുക യുവജനങ്ങളിലും ഒക്കെയാണ്. അപ്പൊ യുവജനങ്ങളിൽ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ പ്രായമായവരൊക്കെ തന്നെ ധാരാളം ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ ഒരു പൊതുസമൂഹത്തെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഇതാണ് ശരി, അതായത് 100 പേര് ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101ാമത് വരുന്നവനും അതാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ആ രീതിയിലേക്ക് പലപ്പോഴും ഹൈലി പ്രൊജക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത നിരക്കിലും ആൾക്കാരെയൊക്കെ പ്രശംസിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക ഒരു ഘടകം ഇവിടെ രൂപം കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഒരു പൊതുമധ്യത്തിലേക്ക് വരുന്നതാണ് നമ്മുടെ അൻവറും കാര്യങ്ങളും എല്ലാം രംഗപ്രവേശം ചെയ്തു വരുന്നത്. വ്യക്തമാണ്. യെസ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നടത്തുന്ന അധിനിവേശ ശ്രമങ്ങളെ കുറിച്ചാണ് വളരെ വിശദമായിട്ട് ഈ ഒരു ചർച്ച ആശയങ്ങൾ പങ്കുവച്ചത്. ഒപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കേരളത്തിൽ ഫണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ്സാണ് കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴി നടക്കുന്ന ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സ്വർണ്ണക്കടത്ത്. അപ്പോൾ അതിനെ തൊട്ടപ്പോൾ ആർക്കൊക്കെയാണ് പുള്ളി ഇത് എന്തുകൊണ്ട് തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെ നിശബ്ദരാക്കാൻ പലരും ശ്രമിക്കുന്നു എന്നതിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ച ശ്രീ അമൽ സിറിയക്, ശ്രീ ജോൺസൺ കുച്ചുപറമ്പൻ, ഫാദർ സ്കോട്ട് സ്ലിബ, 3 പേർക്കും നന്ദി.